അമ്മുവിൻ്റെ ജ്വല്ലറി ബിസിനസ്സാണ് ഇന്നുണ്ടായ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ആ ഒരു ബിസിനസ് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ കളിയൊക്കൊന്നും വേണ്ട. എന്നാലും മീണ്ട മുള്ളു കഴിച്ച് തൊണ്ടകട്ടി ഇറങ്ങി സർജറി കഴിഞ്ഞ് വന്നതല്ലേ. എന്താ ഇയാളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആൾക്കാരെ കിട്ടാൻ തുടങ്ങിയോ? ആ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. 1-2 പേര് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ലേശം വൈകിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. ഡേ വാക്കുട്ടി റെഡിയായി. അമ്മൂത് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അമ്മുവും കുട്ടിയും കൂടിയും കട്ടക്കലിപ്പിലാണ്. നേരം വൈകിയിരിക്കുകയാണ്. 8:30 മണിയായി. നേരത്തെ ഇറങ്ങേണ്ടത് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങേണ്ട ആൾക്കാരാണ്. എന്താ 2 ലേഡീസ് ഇങ്ങനെ വൈകിക്കുന്നത്? പറയൂ. എന്താ ഒന്നും വായിന്ന് വരുന്നുണ്ടാവില്ല. ഒന്നും വായിന്ന് വരില്ലല്ലേ. ഇന്നലെ കൊടുന്ന അയിലയുടെ കുറച്ച് മീൻ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ച് കഷ്ണങ്ങൾ. അതെടുത്തോണ്ട് ഇപ്പൊ പൊരിച്ചോണ്ടിരിക്കുകയാണ്. 2 മണിയായി, ലഞ്ച് ടൈം. ഇന്ന് ദോശയല്ല, കുറച്ച് മട്ടരിയാണ്. ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, പപ്പടം, മീൻ. ഈ മീൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? മീനിൻ്റെ ഫ്ലഷൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക, മുള്ള ഒഴിവാക്കിയിട്ട്. പിന്നെ തൈര് കാര്യങ്ങളൊക്കെ. എന്തിനാ മീനിൻ്റെ മുള്ള ഒഴിവാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇന്നലേക്ക് 8ന്റെ പണി കിട്ടിയില്ലേ, തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ട്. ഇനി മുള്ളു കുടുങ്ങിയിട്ട് കഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ രാവിലെ പോണ നേരത്ത് രസം ഇല്ലെന്നല്ല, അങ്ങനെ കുറ്റം പറയാനൊന്നും പാടില്ല. എന്താ രസം മിസ്റ്റേക്ക് ഉണ്ട്. അത് 2 കാലം കാരണടാ ഞാൻ വാർത്തക്ക് തന്നവാ. ബാക്കിയുടെ ആരച്ചാ മതി. തേങ്ങ ഏതാ ചെറിയേറ്റൊന്നും ബാക്കി ഉണ്ടോ? പിന്നെ ബിരിയാണി കഴിച്ചോളൂ. നീ 2 അല്ല, ബിരിയാണി കഴിച്ചോളൂ. അല്ല, കളിയാക്കണ്ട. ബിരിയാണി എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല. ഒന്നും വന്നില്ല. എനിക്ക് പക്ഷെ ഇഷ്ടമായിട്ടോ, കുഴപ്പമില്ല. ഞാൻ മോശം പറയാനൊന്നുമില്ല. എനിക്കിപ്പോഴും ഞാൻ കഴിക്കും. പക്ഷെ അവിടെ ഏട്ടൻ്റെ അമ്മ ഒക്കെ പറയുന്നുണ്ട് നായ്ക്ക് കൊടുത്തോളാം. ഇന്നലത്തെയാണല്ലോ, അതുകൊണ്ട് നായ്ക്ക് കൊടുത്തോ, എന്തിനാ വയറ് നാശാക്കണെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കാൻ എന്താ വേണ്ടെന്ന്. എനിക്ക് ആ കളിയൊക്കൊന്നും വേണ്ട. എന്നാലും മീണ്ട മുള്ളു കഴിച്ച് തൊണ്ടകട്ടി ഇറങ്ങി സർജറി കഴിഞ്ഞ് വന്നതല്ലേ. അതിനെക്കാളും ഭേദമായി ഇത്. പ്രഷർ കുക്കറിൽ റൈസ് വെക്കുക. അതിനുശേഷം അത് എടുത്തതിന് ശേഷം ഇതുപോലെയുള്ള തെർമൽ കുക്കറിനകത്ത് അടച്ചു വെക്കുക. നാളെ രാവിലെ ആകുമ്പോഴേക്കും വെന്തിട്ടുണ്ടായിരിക്കും. ഇവിടെ റൈസ് വെക്കുന്നൊരു മെത്തേഡ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് വർക്കാണ്. ഇന്ന് വ്ളോഗ് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ നേരം തന്നെ കിട്ടിയിട്ടില്ല. എന്താ ഇയാളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആൾക്കാരെ കിട്ടാൻ തുടങ്ങിയോ? ആ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. 1-2 പേര് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഇടുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല കമൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ലെവലിൽ ഇങ്ങനെ പോകുന്നല്ലോ. എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം എക്സൈറ്റഡ്. അതെന്താണെന്ന് അറിയോ ഗൈസ്? സംഭവം ഈ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ റോഡ് ഗോൾഡ് ജ്വല്ലറി, അതായത് ഫേക്ക് ജ്വല്ലറി. എന്താ അതിന്റെ പേര് പറയാ? ഐംപോൺ ജ്വല്ലറി, ഗ്യാരണ്ടി ഗോൾഡ്, ഗ്യാരണ്ടി ജ്വല്ലറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതുപോലുള്ള വള, മാല, കമ്മൽ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അത് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇഷ്ടമുള്ളവർ അവർ സെലക്ട് ചെയ്യുന്നു വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടിട്ട്. അങ്ങനെയുള്ളൊരു പരിപാടി. വാട്സപ്പിൽ ഇയാൾ സ്റ്റാറ്റസ് ഇടും. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇയാളെടുത്ത് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയക്കും. ഇയാളത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ വാട്സപ്പിലിടും, ചിലപ്പോൾ ഫേസ്ബുക്കിലിടാറുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ബിസിനസ്സിൽ. ഞാൻ കുറച്ച് ദിവസം ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഇനി എക്സ്പീരിയൻസ് ആവണം. ഈ ബിസിനസ് ഇനിയും വളരണം. അപ്പോൾ നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ജ്വല്ലറി കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചുതരാം. അല്ലേ, അയച്ചു കൊടുക്കൂലേ? മാവക്കുട്ടിക്ക് 9 മണി ആയി കഴിഞ്ഞപ്പോൾ വിശക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോറുണ്ടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഓറഞ്ച് ഉണ്ട്, ഫ്രൂട്ട്സ്. പിന്നെ എന്തായാലും കുക്ക് ചെയ്യില്ലേ എന്ന് കരുതിക്കൊണ്ട് ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി. ഇന്ന് ഏതായാലും മുട്ട കഴിച്ചിട്ടുമില്ല, മറന്നുപോയി. ഇപ്പോൾ പ്രോട്ടീൻ എന്തായാലും കിട്ടിയിട്ടില്ല.
അപ്പം അത് ഇതുകൊണ്ടും കൂടെ ആവട്ടെ എന്നത്തേക്കുള്ളത്. 2 എണ്ണമെങ്കിൽ 2 എണ്ണം. ആകുട്ടി രാവിലെ മുട്ട കഴിച്ചില്ലേ? ആ ആ അച്ഛനെല്ലാം ഉണ്ടാക്കി തന്നെ. ആ കഴിച്ചു. അപ്പം എന്നാൽ അച്ഛൻ കഴിക്കട്ടെ. വാവയ്ക്ക് വേണോ ലേശം തരട്ടെ? കുറച്ച് മുട്ട തരട്ടെ? ആ അമ്മയ്ക്ക് വേണോ ലേശം? ഒരു പൊട്ട് കൊണ്ടാണ്. ശരി. ഉടനെ കുട്ടികൾക്ക് സങ്കടം കഴിഞ്ഞിട്ട് കുറെ സങ്കടം പെട്ടിട്ട് കുഞ്ഞി ഉടങ്ങി നീട്ടി കുറച്ചു നേരം നടന്നു പോകുമ്പോ ആ കുട്ടീനെ വന്നിടിച്ചു വണ്ടി. അമ്മുവിൻ്റെ ജ്വല്ലറി ബിസിനസ്സാണ് ഇന്നുണ്ടായ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ആ ഒരു ബിസിനസ് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.